ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് കമ്പ്യൂട്ടറിലെ പരീക്ഷണശാല. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ 3 ടൈപ്സ് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് ജിയോജിബ്ര. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ജിയോജിബ്ര. എന്തിനു വേണ്ടിയാണ് ജിയോജിബ്ര ഉപയോഗിക്കുന്നത്? ജിയോമെട്രിക് ഷേപ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ജിയോജിബ്ര ഉപയോഗിക്കുന്നത്. ജിയോജിബ്ര ഓപ്പൺ ചെയ്യാനായിട്ട് ഷോ ആപ്ലിക്കേഷൻസിൽ ജിയോജിബ്ര, ഇതാണ് ജിയോജിബ്ര, ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇതിനെ എക്സ് ആക്സിസ് എന്നും ഇതിനെ വൈ ആക്സിസ് എന്നും പറയും അല്ലേ. ഇവിടെ നോക്കിയേ, ഇത് ഓരോന്നിനെ ഓരോ ഗ്രൂപ്പുകൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഓരോന്നിൻ്റെയും താഴെയായിട്ട് ഓരോ ആരോ മാർക്കുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഇതിൽ ഉണ്ടല്ലേ. നമ്മളത് നോക്കി. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ 7.1 നമ്മളത് നോക്കി ഫില്ല് ചെയ്യണം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ ഇതുപോലെ പാരൽ ലൈൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ പാരൽ ലൈൻസ് വരയ്ക്കാം. പാരൽ ലൈൻസ് വരയ്ക്കാനായിട്ട് 4ാമത്തെ ഗ്രൂപ്പിൽ, ഇതാണ് 4ാമത്തെ ഗ്രൂപ്പ്. 4ാമത്തെ ഗ്രൂപ്പിൽ പാരൽ ലൈൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതിനാണോ പാരൽ ലൈൻ വരയ്ക്കേണ്ടത്, നമുക്ക് ഈ എക്സ് ആക്സിസിനാണ് പാരൽ ലൈൻ വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു കൈയുടെ സിമ്പൽ വരുമ്പം നോക്കി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനാണ് പാരൽ ലൈൻ വരയ്ക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഈ മൗസ് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഒരു പാരൽ ലൈൻ വരും. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഈ പോയിന്റിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ 4 പാരൽ ലൈൻസ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ വീണ്ടും ഈ കൈയുടെ സിമ്പൽ വരുമ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുക, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പാരൽ ലൈൻസ് വരയ്ക്കുന്നു, വീണ്ടും ക്ലിക്ക് ചെയ്തു. അങ്ങനെ 4 പാരൽ ലൈൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് വരയ്ക്കേണ്ടത്. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനായിട്ട് 3ാമത്തെ ഗ്രൂപ്പിൽ നിന്നും സെഗ്മെൻ്റ് എടുക്കുക. 3ാമത്തെ ഗ്രൂപ്പിൽ നിന്നും സെഗ്മെൻ്റ്, എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇങ്ങനെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് രണ്ടും കൂടെ ആ ഇൻ്റർസെക്റ്റ് ചെയ്തേക്കുന്നിടത്ത് ഓരോ പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യണം. പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രൂപ്പ് 2വിലെ ഇൻ്റർസെക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും കൂടെ ആ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിൽ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, അത് നമ്മൾക്ക് കറക്റ്റായിട്ട് വന്നില്ല. ഈ 2 ലൈൻസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ഇൻ്റർസെക്റ്റ് ചെയ്തോടത്ത് അവിടെ പോയിന്റ് വന്നോളൂ. ഇങ്ങനെ എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് 8ാമത്തെ ഗ്രൂപ്പിൽ ഇവിടെ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ 2 പോയിന്റ്സുകൾ തമ്മിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ പോയിന്റും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത 2 പോയിന്റ്സ് നോക്കിയേ, ഈ പോയിന്റ്സുകളെല്ലാം ക്ലിക്ക് ചെയ്തപ്പം ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു പ്രവർത്തനം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മൂവ് ടൂൾ ഉണ്ട്. ഈ മൂവ് ടൂൾ ഉപയോഗിച്ച് ഈ ലൈനിനെ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റിയാലും, നോക്കിയേ, ഏതൊക്കെ രീതി നമ്മൾ മാറ്റിയാലും അതിൻ്റെ ആ ഡിസ്റ്റൻസിന് മാറ്റം വരുന്നില്ല. ഇതാണ് 1ാമത്തെ പ്രവർത്തനം. അടുത്ത പ്രവർത്തനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്കൂൾ റിസോഴ്സസിൽ നിന്ന് triangle.ggb ഓപ്പൺ ചെയ്യാനാണ്. അങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് സ്കൂൾ റിസോഴ്സസിലില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ജിയോജിബ്ര എടുക്കുന്നു. ജിയോജിബ്ര എടുത്തിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ 5ാമത്തെ ഗ്രൂപ്പിൽ നിന്നും പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുക. 5ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു 3 പോയിന്റ്സ് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, 3 പോയിന്റ്സ് മാർക്ക് ചെയ്തൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇനി ഇതിനെ തമ്മിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഇത് ഏകദേശം എത്രയാണ് ഉണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കും. 1 2 3 4 5, ഏകദേശം ഈ ഒരു പൊസിഷനിലൊക്കെ വെച്ച് നമുക്കതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനായിട്ട് പാരൽ ലൈൻ നമ്മൾ എടുക്കണം. 4ാമത്തെ ഗ്രൂപ്പിൽ നിന്നും പാരൽ ലൈൻ എടുത്തു.
അപ്പം ഇതിന് പാരലായിട്ടാണ് നമുക്ക് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ കൈയുടെ സിമ്പിൾ വരുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഏകദേശം ഇങ്ങനെ ഒരു പോയിന്റ് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അടുത്തത് ഒരു ഇൻ്റർസെക്റ്റ് ടൂൾ എടുക്കണം. ഇൻ്റർസെക്റ്റ് ടൂൾ എവിടെയായിരുന്നു? രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇൻ്റർസെക്റ്റ് ടൂൾ എടുത്തു. ഈ പോയിന്റിലൊന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ, അതായത് EC ഡിവൈഡഡ് ബൈ EI ചെയ്യുമ്പോഴും FC ഡിവൈഡഡ് ബൈ FB ചെയ്യുമ്പോഴും അതിൻ്റെ വാല്യൂസ് തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 4.24, ECയുടെ വാല്യൂ എന്ന് പറയുന്നത് 4.24, എയുടെ വാല്യൂ എന്ന് പറയുന്നത് 4.24. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അതുപോലെ നോക്കിയാൽ CDയുടെ വാല്യൂ 3, DBയുടെ വാല്യൂ 3, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ്. അപ്പോൾ നമ്മുടെ ആ രണ്ട് വാല്യൂ ഈക്വൽ ആണ് അല്ലേ? ഇങ്ങനെയാണ് ഈ രണ്ടാമത്തെ പ്രവർത്തനം ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19 യൂണിറ്റ് നീളമുള്ള ഒരു ലൈനിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന്. അതിനായിട്ട് നമ്മൾ ഇവിടെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ നിന്നും സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് ആ ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 19 കൊടുക്കുക, ലെങ്ത് 19, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കണം അല്ലേ? അതിനായിട്ട് ഗ്രൂപ്പ് 3യിൽ നിന്ന് സെഗ്മെൻ്റ് എടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് മുഴുവനായിട്ട് കാണത്തില്ല അല്ലേ? അപ്പോൾ നമ്മൾ മൗസിൻ്റെ സ്ക്രോൾ വീൽ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യിച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ ഒരു പോയിന്റ് കൊടുക്കാം. വേണമെങ്കിൽ മൂവ് ടൂൾ ഉപയോഗിച്ച് കുറച്ചുകൂടെ എടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യണം. പോയിന്റ്സ് മാർക്ക് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് 2വിൽ നിന്നും മിഡ് പോയിന്റ് ഓർ സെൻറ്റർ എടുക്കുക. ഗ്രൂപ്പ് 2വിൽ നിന്നും മിഡ് പോയിന്റ് ഓർ സെൻറ്റർ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ആദ്യത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഈ എയുടെയും ഈ സിയിലും ക്ലിക്ക് ചെയ്യുക. കാരണം ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ എ എന്ന പോയിന്റിലും സി എന്ന പോയിന്റിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ എയുടെയും ഡിയുടെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എയിൽ ക്ലിക്ക് ചെയ്യുക, ഡിയിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഡിയിൽ ക്ലിക്ക് ചെയ്യുക, സിയിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ഈ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട്. അടുത്തത് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ലൈൻ നമുക്ക് വരയ്ക്കണം അല്ലേ? അതിന് ഗ്രൂപ്പ് 3യിൽ നിന്നും വീണ്ടും സെഗ്മെൻ്റ് എടുക്കുക. ഗ്രൂപ്പ് 3യിൽ നിന്നും സെഗ്മെൻ്റ് എടുക്കുക. എന്നിട്ട് അതായത് ഈ പോയിന്റും തമ്മിലാണ് നമുക്ക് യോജിപ്പിക്കേണ്ടത്. ഈ F എന്ന പോയിന്റും ഇതും കൂടെ യോജിപ്പിക്കുന്നു. ഇനി നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലൈനിന് പാരലായിട്ടുള്ള ലൈൻസ് ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് ഗ്രൂപ്പ് 4ൽ നിന്നും പാരൽ ലൈൻ എടുക്കുക. എന്നിട്ട് ഇതിനാണല്ലോ പാരൽ ലൈൻ വേണ്ട അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ പോയിന്റിലൊന്ന് മാർക്ക് ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക? ഇതിനും പാരലായിട്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഈ പോയിന്റിലൊന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ പാരൽ ലൈൻസ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഓരോ ഇൻ്റർസെക്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് ഗ്രൂപ്പ് 2വിൽ നിന്നും ഇൻ്റർസെക്റ്റ് എടുക്കുക. ഗ്രൂപ്പ് 2വിൽ നിന്നും ഇൻ്റർസെക്റ്റ് എടുക്കുക. ഈ പോയിന്റിൽ മാർക്ക് ചെയ്യുക. അങ്ങനെ ഈ പോയിന്റുകൾ ഇവിടെ മാർക്ക് ചെയ്യാം. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം എട്ടാമത്തെ ഗ്രൂപ്പിൽ നിന്നും ഡിസ്റ്റൻസ് ഓർ ലെങ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എ ക്ലിക്ക് ചെയ്യുക, ജി ക്ലിക്ക് ചെയ്യുക, ജി ക്ലിക്ക് ചെയ്യുക, എച്ച് ക്ലിക്ക് ചെയ്യുക, എച്ച് ക്ലിക്ക് ചെയ്യുക,
ക്ലിക്ക് ചെയ്യുക. നോക്കിയേ, ഈ ഓരോ പോയിന്റ്സ് ക്ലിക്ക് ചെയ്തപ്പോഴും അതിൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്.